ഇനി അച്ഛന്റെ സ്മരണ വിറ്റ് പൈസ വാങ്ങുന്ന രാഷ്ട്രീയം ചാണ്ടി ഉമ്മൻ അവസാനിപ്പിക്കണമെന്ന് പുതുപ്പള്ളിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണൻ. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ഇവിടെ വരുന്നുണ്ട്. ഈ പൈസ എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത്? വീടുകളുടെ തറക്കല്ലിട്ടു എന്ന് കണ്ണിൽ പൊടിയിടുന്ന രാഷ്ട്രീയം മാത്രമാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. മണ്ഡലത്തിൽ എത്ര വീടുകൾ കൊടുത്തുവെന്ന് മേൽവിലാസം സഹിതം പറയാൻ ചാണ്ടി ഉമ്മൻ തയ്യാറാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ പത്രപരസ്യങ്ങൾക്ക് നൽകിയ ശേഷമാണ് പോസ്റ്റർ പോലും ഇല്ലാതെയാണ് തന്റെ പ്രചാരണമെന്ന് ചാണ്ടി ഉമ്മൻ പറയുന്നത്. പുതുപ്പള്ളി മണ്ഡലത്തിന്റെ വികസന പ്രശ്നങ്ങളിൽ ഇടപെടാത്ത MLA ആണ് ചാണ്ടി. കിഫ്ബി വഴിയുള്ള ഒരു പദ്ധതിയുടെ പ്രപ്പോസൽ പോലും കഴിഞ്ഞ 2 വർഷമായി ചാണ്ടി ഉമ്മൻ നടത്തിയിട്ടില്ല എന്നും KM രാധാകൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. കേരളത്തിൽ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് പുതുപ്പള്ളി. ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായി പതിറ്റാണ്ടുകൾ അറിയപ്പെട്ട മണ്ഡലം. അതിന് തൊട്ടു പിന്നാലെ ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ വൻ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്ത മണ്ഡലം. ഇത്തവണ KM രാധാകൃഷ്ണനാണ് CPIM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അദ്ദേഹം എന്നോടൊപ്പം ചേരുകയാണ്. ഇത്തവണ അത് KM രാധാകൃഷ്ണ മണ്ഡലമായി മാറുമോ? തീർച്ചയായും മാറുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം. ഞാനൊരു 4 പതിറ്റാണ്ടായി പുതുപ്പള്ളി അസംബ്ലി മണ്ഡലത്തിൽ പാർട്ടിയുടെയും അതേപോലെ തന്നെ വിവിധ ജനാധിപത്യ വേദികളുടെയും പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നയാളാണ്. 2 ടേം ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഒരു ടൈം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. 15 വർഷക്കാലം പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചു. ഈ ഘട്ടങ്ങളിലെല്ലാം ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം, ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിധേയമായി ജനാധിപത്യപരമായി വാർഡുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വികസന പ്രവർത്തനം സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങളിലെ ഒരു അനുഭവം ഭാവിയിൽ പുതുപ്പള്ളിയിൽ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന വിശ്വാസമാണുള്ളത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. ഈ 37,000-ന്റെ ഭൂരിപക്ഷം സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഉണ്ടാകുന്ന ഒരു തരംഗമാണെന്ന് വിചാരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് പതിറ്റാണ്ടുകളായി തന്നെ UDF അത് നിലനിർത്തുകയാണ്. എങ്ങനെ അട്ടിമറിക്കും? അത് എന്താണ് അതിൻ്റെ ഒരു ഫോർമുല? അട്ടിമറിയും ഫോർമുലയും ഒന്നും അല്ല പ്രശ്നം. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന സാഹചര്യം എന്താ? ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലമായി നടപ്പാക്കിയ ഇടതുപക്ഷ സാമ്പത്തിക ബദലിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ്. അതിനനുസൃതമായി പുതുപ്പള്ളി വളർന്നു വന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യം ആ മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. പഞ്ചായത്ത് ഇലക്ഷനിൽ യഥാർത്ഥത്തിൽ LDFും UDFും തമ്മിലുള്ള രാഷ്ട്രീയ ബലാബലത്തിലെ വ്യത്യാസം കേവലം 14,200 മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ തിരിച്ചു വരാൻ കഴിയും. അതിലുപരി കഴിഞ്ഞ 2.5 വർഷമായി ഒരു MLA യഥാർത്ഥത്തിൽ ആ മണ്ഡലത്തിൻ്റെ ഒരു ജീവിത പ്രശ്നങ്ങളിലും വികസന പ്രശ്നങ്ങളിലും ഇടപെട്ടിട്ടില്ല എന്നത് നിങ്ങൾ തടസ്സപ്പെടുത്തിയെന്നാണ് MLA പറയുന്നത്. അതായത് ബാക്കി പലയിടത്തും പലതും കൊണ്ടിരുന്നു, പക്ഷേ ഇടതുപക്ഷം സർക്കാർ അതിന് സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത്. സർക്കാർ അതിന് സമ്മതിച്ചില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തോടൊരു ചോദ്യമുണ്ട്. മോൻസ് ജോസഫ് കടുത്തുരുത്തിൽ MLA ആയിരുന്നു. 13 പ്രവർത്തനങ്ങൾ കിഫ്ബിയിലൂടെ അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് 172 കോടി രൂപയുടെ വികസന പ്രവർത്തനം. ഇദ്ദേഹം 2.5 വർഷക്കാലമായി കിഫ്ബിയുടെ ബോർഡിന് പുതുപ്പള്ളിയിലെ ഏതെങ്കിലും ഒരു പ്രപ്പോസൽ കൊടുത്തിട്ട് വർത്തമാനം പറഞ്ഞാൽ അംഗീകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് അദ്ദേഹം ഏത് പ്രപ്പോസൽ കിഫ്ബി കൊടുത്തു എന്ന് ജനങ്ങളോട് തുറന്നു പറയണം. വികസന രംഗത്ത് ഒരു പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കാതെ തെരഞ്ഞെടുപ്പിൽ റോഡുകളുടെയൊക്കെ പേര് പറയുന്നുണ്ട് അദ്ദേഹം. അതിൽ പകുതി അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നൊക്കെ. ഏത് റോഡുകൾ? അദ്ദേഹം പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് നാട്ടിലെ ആളുകളോട് പറഞ്ഞാൽ എന്താണെന്നറിയാവും. കാരണം 4 വർഷക്കാലം അല്ലെ 4.5 വർഷം അധികാരത്തിലിരുന്ന ഇടതുപക്ഷ പഞ്ചായത്ത് ഭരണസമിതിയാണ് ഈ പഞ്ചായത്തിൻ്റെ മുഴുവൻ വികസന പ്രവർത്തനവും പൂർത്തീകരിക്കേണ്ടത്. അദ്ദേഹവും പിതാവും 55 വർഷമായി ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുക. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാർ ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. വ്യത്യസ്ത ഘട്ടങ്ങളിൽ മറ്റ് വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ആ മണ്ഡലത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇവർ ശ്രദ്ധിക്കുന്നില്ല? ഇവർക്കൊരു തോന്നലുണ്ട്, ഒന്നും ചെയ്തില്ലെങ്കിലും നല്ല ഭൂരിപക്ഷത്തിൽ UDFന് ജയിക്കാൻ കഴിയും എന്ന ആ അബദ്ധ രാഷ്ട്രീയം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിലുപരി ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി കടന്നു ചെല്ലുമ്പോൾ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി വലിയ സ്വീകാര്യത സാധാരണക്കാരുടെ ഇടയിൽ നിന്നും വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉയർന്നു വരുന്നു എന്ന ഒരനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ കുറേ വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. അതൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതൊക്കെ വോട്ടായി മാറിയാൽ അദ്ദേഹം സ്വാഭാവികമായിട്ട് ജയിക്കില്ലേ? എവിടെ വീട് വെച്ച് കൊടുക്കുന്ന അദ്ദേഹം പറയുന്നത്? അദ്ദേഹം കൊടുത്തിരിക്കുന്ന 2 വീടുകളുടെ താക്കോല. നമുക്കൊരു കാര്യം മനസ്സിലാക്കാമല്ലോ, കേരളത്തിൽ ഈ ഫെബ്രുവരി 24-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 5,364,000 വീടുകൾ ലൈഫിലൂടെ വിതരണം ചെയ്തതിൻ്റെ പ്രഖ്യാപനം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇദ്ദേഹം ലോകത്തെല്ലായിടത്തും ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. അവിടെല്ലാം അദ്ദേഹം പോയി എന്നുള്ളതിൻ്റെ തെളിവ് നമുക്കറിയാം. എന്താ തെളിവ്? ഉമ്മൻചാണ്ടി സാറിൻ്റെ 1ാം അനുസ്മരണ ദിനാചരണ ചടങ്ങുകൾ നടന്നപ്പം മലയാള മനോരമയിൽ വന്ന സപ്ലിമെൻ്റ് ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം പങ്കാളിയായതിൻ്റെ ചിത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ ഇവിടെ വരുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ പൈസ എന്തിനു വേണ്ടി വിനിയോഗിക്കണമെന്ന് അറിയാൻ പാടില്ലാത്ത അച്ഛൻ്റെ സ്മരണ വിറ്റ് പൈസ വാങ്ങുന്ന ഒരു രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താ, 25 വീടിൻ്റെ തറക്കല്ലായിട്ടിരിക്കുന്നത്. തറക്കല്ലിടാൻ എന്നെക്കൊണ്ടും കഴിയും. നമ്മൾ ആര് ശ്രമിച്ചാലും നാളെ താഴേക്ക് ഇറങ്ങിച്ചെന്ന് വീടുകളുടെ തറക്കല്ലിട്ടു എന്ന കണ്ണിൽ പൊടിയിടുന്ന രാഷ്ട്രീയം നമുക്ക് നടത്താൻ പറ്റും. കള്ളം പറയാണ് ചാണ്ടി ഉമ്മൻ. അതിനെന്താ സംശയം? കള്ളം പറയുകയാണ്. വീട് കൊടുത്തതിൻ്റെ കൃത്യ എണ്ണം നിങ്ങളെ വിളിച്ചു നിർത്തി ഞാനിത് ഇത്ര വീടുകൾ ഇപ്പോൾ പൂർത്തീകരിച്ചു എന്ന് ഏതെങ്കിലും പത്രക്കാരുടെ മുന്നിൽ അഡ്രസ്സും അല്ലെങ്കിൽ മേൽവിലാസം ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഗവൺമെൻറ് പറഞ്ഞല്ലോ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ 5,364,000 അങ്ങനെ പറയണം. പോസ്റ്റർ പോലും ഇല്ലാതെ കൂടി ഇറങ്ങുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെ എന്താണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് എനിക്കറിയില്ല. ഏതായാലും പോസ്റ്റർ വേണ്ട എന്ന് പറയുമ്പം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെൻറ്റ് നമ്മളെല്ലാവരും കണ്ടതാണ്. 4 പേജാ അല്ലേ? അതേപോലെ എല്ലാ മാധ്യമങ്ങളിലും അദ്ദേഹം സപ്ലിമെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മനോരമയ്ക്ക് 1 പേജ് സപ്ലിമെൻറ്റ് പ്രസിദ്ധീകരിക്കാൻ എത്ര രൂപയാണ്? ഏതാണ്ട് 14 ലക്ഷം രൂപയോ 15 ലക്ഷം രൂപയാകും. മനോരമയ്ക്ക് മാത്രം ഏകദേശം 60-70 ലക്ഷം രൂപയായിട്ടുണ്ട്. മറ്റ് മാധ്യമങ്ങളുടെ കണക്കെടുക്കുമ്പം കോടിക്കണക്കിന് രൂപയുണ്ട്. നമ്മൾ പാവങ്ങൾ 50,000 രൂപയുടെ പോസ്റ്റർ അടിച്ച് നാട്ടിലെ സഖാക്കൾ ഒട്ടിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തും. അതുകൊണ്ട് ഈ സപ്ലിമെൻറ്റ് കോടിക്കണക്കിന് രൂപയുടെ പ്രസിദ്ധീകരിച്ച് ആ പ്രചരണം നടത്തുന്ന അദ്ദേഹം പിന്നെ പോസ്റ്റർ ഇറക്കേണ്ട ഒരു കാര്യവുമില്ല. തട്ടിപ്പാണ് പറയുന്നതെന്നാണ് താങ്കൾ ആരോപിക്കുന്നത്. അത് യാഥാർത്ഥ്യമല്ലേ ഞാൻ പറഞ്ഞല്ല. തട്ടിപ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കാനോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ കൺമുന്നിൽ കണ്ട ഒരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ പത്രങ്ങളിലും സപ്ലിമെൻ്റ് ഉണ്ടായിരുന്നു. സൗജന്യമായി ഏതെങ്കിലും പത്ര ഉടമസ്ഥൻ സപ്ലിമെൻ്റ് ഇറക്കി കൊടുക്കുക ഇല്ല. ഇപ്പം കോടികൾ ഇപ്പോൾ പ്രചരണത്തിന് ചെലവഴിച്ച് കഴിഞ്ഞു. ഈ വിജയിക്കുമെന്ന് താങ്കൾ ആത്മവിശ്വാസമുണ്ട്? ഒരു ഭൂരിപക്ഷ പ്രവചനത്തിനുണ്ടോ? ഞാൻ ഭൂരിപക്ഷമൊന്നും പ്രവചിക്കുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും. അതിനനുകൂലമായ ഒരു സാഹചര്യം ആ മണ്ഡലത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് വലതുപക്ഷ വിഭാഗത്തിൽപ്പെട്ട വലിയ ആളുകൾ അവരെല്ലാവരും നമുക്കനുകൂലമായി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. നേരിട്ട് അതായത് ചാണ്ടി ഉമ്മനെ കൈയൊഴിഞ്ഞ് കോൺഗ്രസ്സുകാർ താങ്കളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഞാൻ അത്തരം അടിയൊഴുക്കുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. അന്ധമായ വിശ്വാസം അത്തരം കാര്യങ്ങൾ ഇല്ലെങ്കിലും ജി ശ്രീജിത്ത് ചേരും നമ്മോടൊപ്പം. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. എന്താണെങ്കിലും വലിയ പ്രതീക്ഷ പങ്കുവെക്കുന്നു ശ്രീ കെ എം രാധാകൃഷ്ണൻ. ഈ ചാണ്ടി ഉമ്മൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതികൾക്കുള്ള വിയോജിപ്പുകൾ, ഒപ്പം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ കാര്യമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നിങ്ങനെ കാര്യപ്രസക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ അദ്ദേഹം. എന്താണ് പുതുപ്പള്ളിയിലത്തെ ഇപ്പോഴത്തെ ഒരു പൾസ്? നമ്മൾ കേട്ടറിഞ്ഞ അതേ ഒരു ചലനം തന്നെയാണോ പുതുപ്പള്ളിയിലുള്ളത്? എൽദോ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വികസനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ പരസ്യത്തിന്റെ കാര്യത്തിലുള്ള കാര്യങ്ങൾ എന്നതിനപ്പുറം അതിഗുരുതരമായ ആരോപണം ഒരു സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹം, ഇടത് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിക്കെതിരെ ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. അച്ഛന്റെ സ്മരണ വിറ്റ് പണമുണ്ടാക്കുന്ന ആളാണ് ചാണ്ടി ഉമ്മൻ എന്ന ഒരുപക്ഷെ അതിഗുരുതരമായ ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു. അതായത് ലോകമെമ്പാടും അദ്ദേഹം യാത്ര നടക്കുന്നു, എല്ലായിടത്തും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു, അതിൽ കൂടെ പണം വരുന്നുണ്ട്. ഈ പണം എവിടേക്ക് പോകുന്നു എന്ന കണക്ക് ചോദിക്കുകയാണ് ഇടത് സ്ഥാനാർത്ഥി. മാത്രമല്ല, ഒരുപാട് വീടുകൾ വെച്ച് നൽകി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ വീടുകൾ ആകെ 2 വീടിന്റെ താക്കോൽ കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് കെ എം രാധാകൃഷ്ണൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ബാക്കി വീടുകൾ എവിടെ, അതിന്റെ മേൽവിലാസം പുറത്തുവിടാൻ, മാധ്യമങ്ങളിലൂടെ പുറത്തുവിടാൻ തയ്യാറാണോ എന്ന് വെല്ലുവിളിക്കുകയാണ് കെ എം രാധാകൃഷ്ണൻ ചെയ്യുന്നത്. നമ്മൾ ഇതിലെടുത്ത് കാണേണ്ട ഒരു കാര്യം, ചാണ്ടി ഉമ്മൻ തൊട്ടിപ്പുറത്ത് പറഞ്ഞത്, കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ, നമ്മളോടൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഈ ഒരു പോസ്റ്റർ വെക്കുന്നില്ല കാരണം അതിന് ലഭിക്കേണ്ട പണം അത് വീടുകൾ വെക്കുന്നതാണ് തൻ്റെ പദ്ധതി. താൻ ഇതിനകം തന്നെ നിരവധി വീടുകൾ വെച്ച് നൽകി എന്നതടക്കമുള്ള കണക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അത് തള്ളിക്കളയാണ്. അത് കണ്ണിൽ പൊടിയിടാനുള്ള രാഷ്ട്രീയമാണ് എന്നാണ് ഈ കെ എം രാധാകൃഷ്ണൻ തിരിച്ചടിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പുതുപ്പള്ളിയിൽ വീടിന്റെ ഒരു രാഷ്ട്രീയം ഉയർന്നു വന്നിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് യാഥാർത്ഥ്യമായി മാറുകയാണ്. അതിനെ സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ നേരിട്ട് അതിക്രമിക്കാറില്ല, മറ്റ് രാഷ്ട്രീയ നേതാക്കളൊക്കെയാണ് അതിനെ രാഷ്ട്രീയമായി ആക്രമിക്കാറുള്ളത്. പക്ഷേ ഇവിടെ സ്ഥാനാർത്ഥി തന്നെ, ഇടത് സ്ഥാനാർത്ഥി തന്നെ അതിനെതിരെ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. ചാണ്ടി ഉമ്മന്റെ ഒരു ആരോപണം സർക്കാർ വികസന പദ്ധതികൾ തടഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ കെ എം രാധാകൃഷ്ണൻ ചോദിക്കുന്നത്, കഴിഞ്ഞ 2.5 വർഷമായി ഒരു കിഫ്ബി പ്രോജക്റ്റിനെങ്കിലും പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടോ ചാണ്ടി ഉമ്മൻ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. തൊട്ടപ്പുറത്ത് മോൻസ് ജോസഫ് ഏതാണ്ട് 13-ലധികം പദ്ധതികൾ നടപ്പിലാക്കിയെടുത്തു. അതായത് വികസന പദ്ധതികളടക്കം ചാണ്ടി ഉമ്മൻ പരാജയമാണ്
എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല കോൺഗ്രസിന്റെ അടക്കമുള്ള വിഭാഗങ്ങളുടെ വോട്ട് തന്നിലേക്ക് വരും, കോൺഗ്രസിലെ പല വിഭാഗങ്ങളും അതൃപ്തരാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു രാഷ്ട്രീയ പോര് അവിടെ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ളത്. ഇതിന് ചാണ്ടിയുടെ മറുപടി എന്ത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ചാണ്ടി വീടിന്റെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടാണ് താൻ മുന്നോട്ട് പോകുന്നത്. അവിടെ വികസനം വരണമെങ്കിൽ UDF സർക്കാർ കൂടി അധികാരത്തിൽ ഉണ്ടാകണം എന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഒരു രാഷ്ട്രീയ പോരിലേക്ക്, സ്ഥാനാർത്ഥികൾ നേരിട്ടുള്ള ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് പുതുപ്പള്ളിയുടെ രാഷ്ട്രീയം മാറുകയാണ് എന്നാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ഉമ്മൻചാണ്ടിയുടെ ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 37,000-ൽ പരം വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷം നേടിയൊരു മണ്ഡലമാണ്. പക്ഷേ അവിടെ KM രാധാകൃഷ്ണന്റെ വലിയ അവകാശവാദമുണ്ട്. അത് എത്രത്തോളം വിജയിക്കാമെന്നത്, എത്രത്തോളം അദ്ദേഹത്തിന്റെ അവകാശവാദം യാഥാർത്ഥ്യത്തോടെ ചേർന്ന് നിൽക്കും എന്നുള്ളതിന് ഇനിയും പ്രവചനം 1-2 ആഴ്ച കൂടി ബാക്കിയുണ്ട്. തീർച്ചയായും കോൺഗ്രസ് ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ LDF ക്യാമ്പിന് അത്രത്തോളം ആത്മവിശ്വാസമുണ്ടോ എന്നത് സംശയം തന്നെയാണ്. കാരണം ഇത്ര വലിയ ഭൂരിപക്ഷം, 2.5 വർഷം മാത്രമായ ഒരു MLA, ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി ചാണ്ടിയെ എതിർക്കുക, ചാണ്ടിയെ തുറന്നു കാട്ടുക എന്ന തന്ത്രമാണ് സ്ഥാനാർത്ഥി തന്നെ ചെയ്തിരിക്കുന്നത് എന്നതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ശ്രീജിത്ത്, ഈ ലാസ്റ്റ് കണ്ട ഒരു വിഷ്വൽ വെച്ച് മാത്രം ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ പോസ്റ്റർ പ്രചാരണം ഇല്ല, അപ്പോൾ നമ്മൾ വിഷ്വൽ കൊടുത്തത് ഈ ചാണ്ടി ഉമ്മൻ സൈക്കിളിലെ പ്രചാരണമൊക്കെയാണല്ലോ. നേരത്തെ ചാണ്ടി അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവൊക്കെ വെച്ചിരുന്നു. ഈ മറ്റ് നേതാക്കളില്ലേ മണ്ഡലത്തിലെത്തുന്നത്, അവർക്കൊക്കെ ഇങ്ങനെ അതിവേഗത്തിൽ ഓടിയെത്താൻ കഴിയുന്നുണ്ടോ ചാണ്ടിക്കൊപ്പം? തീർച്ചയായും ചാണ്ടിയുടെ ഒരു ശൈലി അങ്ങനെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തുമൊക്കെ വളരെ വേഗത്തിൽ നടത്തമായിരുന്നു പ്രധാന ഒരു കാര്യം. കഴിഞ്ഞ ദിവസം ചാണ്ടിയോട് സംസാരിച്ചപ്പോൾ അടക്കം പറഞ്ഞാണ്, മാധ്യമപ്രവർത്തകർക്കടക്കം ഓടി നടന്ന് ചാണ്ടിക്കൊപ്പം കഴിഞ്ഞ തവണ എത്താനൊക്കെ ബുദ്ധിമുട്ടിയാണ്. ഇത്തവണ ചാണ്ടി ഒന്നുകൂടി മാറിയിട്ടുണ്ട്. സൈക്കിളിലാണ് കൂടുതൽ പ്രചരണം. അത് സൈക്കിൾ പ്രചരണം ഇപ്പോൾ പ്രചരണം നടക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹം സൈക്കിളുമായി മണ്ഡലത്തിൽ സജീവമായിരുന്നു. ഇടയ്ക്ക് കാൽനടയായിട്ടുള്ള പദയാത്രകളും പല പരിപാടികളും സഞ്ചരിച്ചിരുന്നു. ചാണ്ടിക്ക് ഇതൊരു ചാണ്ടിയുടെ പ്രചരണ ശീലമാണ്. പിന്നെ ആ മണ്ഡലത്തിലുള്ള പ്രവർത്തകർ സ്വാഭാവികമായും ഈ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ ചാണ്ടിക്കൊപ്പം ഓടുകയാണെങ്കിൽ കൂടെ ഓടി എത്തുക എന്നുള്ളത് വെല്ലുവിളിയാണ്. പിന്നെ യുവാക്കളാണ് ചാണ്ടിക്കൊപ്പം കൂടുതലും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഒരുപക്ഷെ സാധ്യമാകാൻ അത് ഓടിയെത്താൻ കഴിയുമായിരിക്കും. പക്ഷേ മുതിർന്ന നേതാക്കൾ വേദികളിൽ പ്രസംഗിച്ച് പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഒരു ഓട്ടത്തിനൊപ്പം ഓടുക എന്നുള്ള തന്ത്രം അവരും മാറ്റിവെക്കാൻ തന്നെയാണ് സാധ്യത. അതായിരിക്കും നല്ലത്. എന്താണ് മുതിർന്ന നേതാക്കൾക്ക് ഈ സൈക്കിളിൽ ഒപ്പത്തിനൊപ്പം പിടിക്കുക എന്നുള്ളത് എളുപ്പമല്ല. എന്താണ് വേദികളിലെത്തി പ്രസംഗിച്ച് പോവുക എന്നുള്ളതായിരിക്കും അവർ എടുക്കുന്ന അവിടുത്തെ ടാക്ടിക്സ് എന്ന് തോന്നുന്നു. എന്താണ് ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.